Hello dears, welcome back to Thunder Kitchen Recipes. Onam അടുത്തിരിക്കുകയല്ലേ നാളെ അത്തത്തോടുകൂടി നമ്മുടെ ഓണം വരവേൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടി നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുന്ന എരിശ്ശേരി ഒരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ രുചികരമായിട്ടുള്ള ഒരു എരിശ്ശേരിയാണിത്. മത്തങ്ങ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് കൂടുതൽ വെള്ളമൊഴിക്കാതെ കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കുക. പിന്നെ നമുക്ക് അവസാനം വറുത്ത് ചേർക്കാനായിട്ട് ഉള്ളി വേണം, വേപ്പില, വറ്റൽമുളക്, പിന്നെ കടുക് ഇതും വേണം. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും വേണം. പിന്നെ 1 കപ്പ് പയർ ഞാൻ വേവിച്ചെടുത്താണ്, ഉപ്പിട്ട് വേവിച്ചെടുത്താണ്. കുറച്ച് വെള്ളത്തോടുകൂടിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് വേവ് നിർത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 300 ഗ്രാം മത്തങ്ങ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരിയതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. പാനിലേക്ക് നമുക്ക് വേവിച്ച പയർ ചേർത്ത് കൊടുക്കാം. വേവ് കുറച്ച് നിർത്തിയെടുത്തതാണ് കേട്ടോ ഇതിപ്പോൾ മത്തങ്ങയുടെ കൂടെ വേവുമ്പോഴേക്കും കറക്റ്റ് വേവാവും. മത്തങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മത്തങ്ങ വേകാനുള്ള വെള്ളം ചേർക്കാം. പയർ വെന്ത വെള്ളം കുറച്ചുള്ളതുകൊണ്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മൂടി വെച്ച് മത്തങ്ങയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വേകുന്നത് വരെ കുക്ക് ചെയ്യാം. മത്തങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുളക് മുറിച്ച് ചേർക്കുക. പിന്നെ വേപ്പില, വട്ടത്തിലരിഞ്ഞ ചെറുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഉള്ളി കൂടുതലും ഉരിയുന്നതിന് മുന്നേ തന്നെ തേങ്ങ ചേർത്ത് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയുടെ ഒപ്പം ഉള്ളി കറക്റ്റായിട്ട് പാകത്തിന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ കറിക്ക് കരിഞ്ഞ ടേസ്റ്റ് വരികയില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വറവായിരിക്കും ഇത്. അല്ലെങ്കിൽ തേങ്ങ നിങ്ങൾ വേറെ വറുത്തെടുക്കേണ്ടി വരും. ഇപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുടെ മത്തങ്ങ റെഡി ആയിട്ടുണ്ടാകുമെന്ന് നോക്കാം. മത്തങ്ങ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി കണ്ടോ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും കൂടി അരച്ച അരപ്പാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് അരപ്പ് വെള്ളം കൂടി ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പാകത്തിന് ഉള്ള ലൂസാകും. അപ്പോൾ ഈ തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് തിക്കാവും. നമ്മളുടെ കറി വളരെ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കറക്റ്റ് പാകമാണ്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ അരപ്പൊക്കെ നന്നായിട്ട് ചൂടാകുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. തേങ്ങ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വറവ് ചേർക്കാം. അതുവരെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. വളരെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. നിങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കൈയൊക്കെ ചിലപ്പോൾ കടിച്ചു എന്ന് വരും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വറവും കൂടി ചേർക്കാം. നമ്മൾ വറുത്തിൽ വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും വറ്റൽമുളകൊക്കെ വറുത്തത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വറവ് ചേർത്ത് കഴിയുമ്പോഴേക്കും ഈ കറി ഒന്നുകൂടി തിക്കാവും. ഇത് കൂടുതൽ ലൂസും ആകരുത്, ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ആകാത്ത തരത്തിലുള്ളതാണ് നല്ലത്. വളരെ നല്ല ടേസ്റ്റുള്ളതാണ് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഈ വറവ് ചേർത്ത് കഴിയുമ്പോൾ ഇത് ഏകദേശം ഒന്നുകൂടി തിക്കാവും. പിന്നെ ഇത് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി തിക്കാവും. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നമ്മളുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എരിശ്ശേരിയാണിത്. നമ്മൾ പച്ചക്കായയും പയറും അതുപോലെ ചേന, ചേമ്പ് ഇതൊക്കെ ചേർത്ത് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുമെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എരിശ്ശേരിയാണിത്. നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ ഒരു എരിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓണത്തിന് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ എരിശ്ശേരി ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്നെ അറിയിക്കുക കേട്ടോ. ഈ എരിശ്ശേരി എങ്ങനെ ഉണ്ടായെന്നുള്ളത് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാം. മത്തങ്ങയുടെ നേരിയൊരു മധുരം ഉള്ളതുകൊണ്ട് ഈ എരിശ്ശേരി ഒരു വെറൈറ്റി ടേസ്റ്റുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.